ഹായ് ഓൾ, നമ്മളിത് നോക്കാൻ പോകുന്നത് മലയാളം പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ആവർത്തിച്ച് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ എടുത്തിട്ടാണ് ഇവിടെ വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇവിടെ ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്. ആ സ്റ്റോറിയിൽ നിന്നൊരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റോറി വായിച്ചിട്ട് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താം. അത്രയാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്, ഉത്തരത്തിലേക്ക് എത്താനായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കുക. ക്വസ്റ്റ്യൻസും അതിന് ഓപ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻസും ഒന്ന് വായിക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റോറിയിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ചും കൂടി ഈസി ആയിട്ട് കുറച്ചും കൂടി വേഗത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. നമുക്ക് വായിക്കാം. ക്വസ്റ്റ്യൻ 1. മുത്തിൻ്റെ ചിമ്മിയ കൺപീലികൾക്കിടയിൽ നിന്ന് ഊർന്നിറങ്ങിയത് ആരെ? ക്വസ്റ്റ്യൻ 2. കുഞ്ഞി സ്വപ്നം മുത്തിനെ എന്തിനാണ് വിളിച്ചത്? ക്വസ്റ്റ്യൻ 3. മുത്ത് സങ്കടപ്പെടാൻ കാരണമെന്ത്? ക്വസ്റ്റ്യൻ 4. മുത്ത് കുഞ്ഞി സ്വപ്നത്തിൻ്റെ വിരൽ തൊട്ടപ്പോൾ ഉണ്ടായ അത്ഭുതം എന്ത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മുത്തിന് പറക്കാൻ സാധിച്ചത് എന്തുകൊണ്ട്? ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ചു. ഇതിനൊപ്പം തന്നെ ഓപ്ഷൻസും വായിച്ചു പോകണം. ഞാൻ വീഡിയോൻ്റെ ലെങ്ത്ത് വളരെ കൂടി പോകുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഓപ്ഷൻസ് ഇവിടെ വായിക്കാത്തത്. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സാമിന് ഇരിക്കുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഒപ്പം തന്നെ ഓപ്ഷൻസും വായിച്ചു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കിത് സ്റ്റോറി വായിക്കാം. മുത്തിൻ്റെ ചിമ്മിയ കൺപീലികൾക്കിടയിലൂടെ കുഞ്ഞി സ്വപ്നം പുറത്തേക്ക് ഊർന്നിറങ്ങി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്തായിരുന്നു? മുത്തിൻ്റെ ചിമ്മിയ കൺപീലികൾക്കിടയിൽ നിന്ന് ഊർന്നിറങ്ങിയത് ആരെ? അപ്പോൾ ആരാണ്? കുഞ്ഞി സ്വപ്നം. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള മറ്റൊരു ടിപ്പാണ്, എപ്പോഴും പ്രാക്ടിക്കൽ ആവണമെന്നില്ല, എന്നാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ മിക്കവാറും 1-2 ലൈനിൻ്റെ ഉള്ളിൽ തന്നെ വരും. സ്റ്റോറിയുടെ ആദ്യത്തെ 2-3 ലൈനിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരും. അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞിട്ടുള്ള ലൈനിലായിരിക്കും വരാം. അങ്ങനത്തെ ഒരു പാറ്റേൺ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ട്. എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ബാക്കി വായിക്കാം. പകുതി തുറന്നു കിടക്കുന്ന ജനലിന്റെ പടിയിൽ ചെന്നിരുന്നു. പുറത്തേക്ക് നോക്കി. നല്ല നിലാവ്. മുത്തേ മുത്തേ എണീക്കേ, കുഞ്ഞി സ്വപ്നം വിളിച്ചു. ആരാ? ഞാനാ, കുഞ്ഞി സ്വപ്നം. ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് പുറത്തു ചാടി. മുത്ത് എഴുന്നേറ്റിരുന്നു. വരുന്നോ എൻ്റെ കൂടെ? കുഞ്ഞി സ്വപ്നം വിളിച്ചു. നമുക്ക് പുറത്തെ നിലാവിൽ പാറി നടക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ 2 ഒന്ന് നോക്കിയേ. കുഞ്ഞി സ്വപ്നം മുത്തിനെ എന്തിനാണ് വിളിച്ചത്? ഓപ്ഷൻസ് നോക്കാം. കൂട്ടരുമൊത്ത് കളിക്കാൻ, മുത്തു പെറുക്കാൻ, പുറത്തെ നിലാവിൽ പാറി നടക്കാൻ, മരത്തിൽ കയറാൻ. എന്തിനാണ്? പുറത്തെ നിലാവിൽ പാറി നടക്കാൻ. കണ്ടോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയതിന് ശേഷമുള്ള ലൈൻസിലാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വന്നത്. സ്റ്റോറിയുടെ ബാക്കി നോക്കാം. പറക്കാൻ എനിക്ക് ചിറകില്ലല്ലോ. മുത്ത് സങ്കടപ്പെട്ടു. ഇതാ എന്റെ വിരൽത്തുമ്പിൽ പിടിച്ചാൽ മതി. മുത്ത് വിരൽ തൊട്ടു. അത്ഭുതം. ഭാരം കുറഞ്ഞ് ഒരു തൂവൽ പോലെയാകുന്നത് മുത്തറിഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മുത്ത് സങ്കടപ്പെടാൻ കാരണമെന്ത്? എന്താണ്? ചിറകില്ലാത്തതിനാൽ. ഓപ്ഷൻ എ, ചിറകില്ലാത്തതിനാൽ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മുത്ത് കുഞ്ഞു സ്വപ്നത്തിന്റെ വിരൽ തൊട്ടപ്പോൾ ഉണ്ടായ അത്ഭുതമെന്ത്? ഭാരം കുറഞ്ഞ് തൂവൽ പോലെയായി. ഓപ്ഷൻ സി, ഭാരം കുറഞ്ഞ് തൂവൽ പോലെയായി. സ്റ്റോറിയുടെ ബാക്കി വായിക്കാം. അടുത്ത നിമിഷം കുഞ്ഞു സ്വപ്നം മുത്തിന്റെ വിരൽ പിടിച്ച് ജനലിലൂടെ പുറത്തേക്ക് പറന്നു. നിലാവ് അവരെ കോരിയെടുത്ത് മരച്ചില്ലകൾക്കും ഇലകൾക്കുമിടയിലൂടെ പരന്നൊഴുകുന്ന നിലാവിൽ നീന്തി നീങ്ങി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മുത്തിന് പറക്കാൻ സാധിച്ചത് എന്തുകൊണ്ട്? ഓപ്ഷൻ ഡി, കുഞ്ഞി സ്വപ്നത്തിന്റെ വിരൽ പിടിച്ചതുകൊണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഈ ഒരു ആക്ടിവിറ്റി പോലെ തന്നെ സ്ഥിരമായിട്ട് വരുന്ന മറ്റൊരു ആക്ടിവിറ്റിയാണ്, പരീക്ഷ പേപ്പറുകളിൽ സ്ഥിരമായിട്ട് വരുന്ന മറ്റൊരു ആക്ടിവിറ്റിയാണ് ആഡ് മോർ ലൈൻസ് എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷ് പേപ്പറിലും മലയാളം പേപ്പറിലും വരാറുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ ടീച്ചർ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വെറും വീഡിയോസ് അല്ല, മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നെടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ആ വീഡിയോസ് എക്സാമിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ 2 വീഡിയോൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വായിക്കാം, എഴുതാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ആദ്യം ഇതിലെ ക്വസ്റ്റ്യൻസ് വായിക്കണം. അതിനുശേഷമാണ് സ്റ്റോറിയിലേക്ക് പോകേണ്ടത്. ഇവിടെ ടീച്ചർ സമയം കളയാതിരിക്കാനായിട്ട് നേരിട്ട് സ്റ്റോറിയിലേക്ക് പോവുകയാണ് കേട്ടോ. കുഞ്ഞു ചെക്കനെ അമ്മ തൊപ്പി വാങ്ങിക്കൊടുത്തു. ഒരു നീല തൊപ്പി.
കുഞ്ഞിച്ചക്കനാണെങ്കിലോ ആ തൊപ്പി തലയിൽ നിന്ന് മാറ്റില്ല. നീല തൊപ്പിയും തലയിൽ വെച്ച് കുഞ്ഞിച്ചക്കന്റെ ഒരു നടത്തമുണ്ട്. ദാ എന്റെ തൊപ്പി കണ്ടോ എന്ന ഭാവത്തിൽ. ക്രോം ക്രോം, ആ തൊപ്പിയൊന്ന് തരുമോ? വരമ്പിന്റെ മുകളിലിരുന്ന് തവള ചോദിച്ചു. അയ്യയ്യോ, വെള്ളം നനഞ്ഞാൽ എന്റെ തൊപ്പിക്ക് തണുക്കും. കുഞ്ഞിച്ചക്കൻ ഒരോട്ടം വെച്ചു കൊടുത്തു. ചിൽ ചിൽ, ആ തൊപ്പിയൊന്ന് തരുമോ? തൊപ്പിയും വെച്ച് ഒരു സെൽഫി എടുക്കാനാ? ഓലത്തലപ്പത്ത് മൊബൈലും പിടിച്ചിരുന്ന കുഞ്ഞനണ്ണാൻ ചോദിച്ചു. അയ്യയ്യോ, അത്രയും ഉയരത്തിൽ കയറണ്ടേ? എന്റെ തൊപ്പി പേടിക്കും. കുഞ്ഞിച്ചക്കൻ ഒരോട്ടം വെച്ചു കൊടുത്തു. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അമ്മ കുഞ്ഞിച്ചക്കനെ എന്താണ് വാങ്ങിക്കൊടുത്തത്? എന്താണ്? ഒന്നെങ്കിൽ നമുക്ക് തൊപ്പി എന്ന് എഴുതാം, അല്ലെങ്കിൽ നീല തൊപ്പി എന്ന് എഴുതാം. ക്വസ്റ്റ്യൻ ബി, ആരൊക്കെയാണ് കുഞ്ഞിച്ചക്കനോട് തൊപ്പി ആവശ്യപ്പെട്ടത്? ആരൊക്കെയാണ്? തവള, പിന്നെ കുഞ്ഞനണ്ണാൻ. ക്വസ്റ്റ്യൻ സി, കഥ വായിച്ചതിൽ നിന്ന് കുഞ്ഞിച്ചക്കന് തൊപ്പി ഏറെ പ്രിയപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? കുഞ്ഞിച്ചക്കൻ ആ തൊപ്പി തലയിൽ നിന്ന് മാറ്റില്ല, അതുപോലെ ആ തൊപ്പി ആർക്കും കൊടുക്കില്ല. ക്വസ്റ്റ്യൻ ഡി, മാതൃക പോലെ മാറ്റി എഴുതുക. വാങ്ങിക്കൊടുത്തു, വാങ്ങി പ്ലസ് കൊടുത്തു. അതുപോലെ നീല തൊപ്പി നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? നീല പ്ലസ് തൊപ്പി. ഇവിടെ പ്ലസ് കഴിഞ്ഞിട്ടുള്ള തൊപ്പിക്ക് താ ഇരട്ടിപ്പ് ഉണ്ടായിരിക്കില്ല കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കഥയ്ക്ക് യോജിച്ച ഒരു പേര് നൽകുക. ഈ ഒരു ക്വസ്റ്റ്യനും അതുപോലെ കഥയ്ക്ക് യോജിച്ച പേര് എഴുതുക, അല്ലെങ്കിൽ കവിത തന്നിട്ട് കവിതയ്ക്ക് യോജിച്ച പേര് എഴുതുക, അതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ കഥയുമായി ബന്ധപ്പെട്ട കഥാപാത്രങ്ങളുടെയോ സ്ഥലങ്ങളുടെയോ ഒക്കെ പേര് നമുക്കിവിടെ എഴുതി വെക്കാവുന്നതാണ്. ഫുൾ മാർക്ക് കിട്ടും. ആ കഥയായിട്ട് ബന്ധം ഉണ്ടാവണമെന്ന് മാത്രമേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഞാനിവിടെ നീല തൊപ്പി എന്ന് പേര് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഉത്തരം എഴുതാം എന്ന് തന്നെയാണ് ക്വസ്റ്റ്യന്റെ പേര്. നമുക്കിവിടെ സ്റ്റോറി ഉണ്ട്, അതിനുശേഷം 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സമയം കളയാതിരിക്കാനായിട്ട് ടീച്ചർ നേരെ സ്റ്റോറിയിലേക്ക് പോവാണ്. കൂ കൂ, കൂമന്റെ നീട്ടിയുള്ള മൂളൽ കേട്ടാണ് കുഞ്ഞിക്കുരുവി ഞെട്ടിയുണർന്നത്. അമ്മക്കിളി നല്ല ഉറക്കത്തിലാണ്. അവൾ കൂടിന്റെ വാതിൽക്കൽ വന്നിരുന്ന് പുറത്തേക്ക് നോക്കി. ഹായ്, നല്ല നിലാവ്. പാൽപാത്രം തട്ടിമറിഞ്ഞതുപോലെ. തൊട്ടടുത്ത പാടത്തിനരികിലൂടെ ഒഴുകുന്ന പുഴ. വെള്ളം പളുങ്കുമണികൾ പോലെ. തെങ്ങോലകൾ കാറ്റത്തിളകിയാടുന്നു. ഏതു നേരത്താണ് ഇതൊക്കെ കാണാൻ കൂടുതൽ ഭംഗി? കുഞ്ഞിക്കുരുവി ചിന്തിച്ചു. ഇതൊക്കെ കാണാൻ ഏറെ ചന്തം നിലാവുള്ള രാത്രിയിൽ തന്നെ. ഒരു ചെറിയ സ്റ്റോറിയാണ്. ക്വസ്റ്റ്യൻസ് നോക്കാം. കുഞ്ഞിക്കുരുവി ഞെട്ടിയുണർന്നതിന്റെ കാരണം എന്താണ്? കൂമന്റെ നീട്ടിയുള്ള വിളി. നിലാവ് കണ്ടിട്ട് കുഞ്ഞിക്കുരുവിക്ക് എന്താണ് തോന്നിയത്? പാൽപാത്രം തട്ടിമറിഞ്ഞതുപോലെ. തന്റെ പരിസരം കാണാൻ ഏറ്റവും ഭംഗിയുള്ള സമയം ഏതാണെന്നാണ് കുഞ്ഞിക്കുരുവി ചിന്തിച്ചത്. നിലാവുള്ള രാത്രിയിൽ. ഭംഗി എന്ന് അർത്ഥം വരുന്ന മറ്റൊരു പദം കൂടി കഥയിലുണ്ട്. ആ പദം ഏതാണ്? ചന്തം. ആ സ്റ്റോറിയുടെ ലാസ്റ്റ് ലൈൻസ് നോക്കൂ. ഇതൊക്കെ കാണാൻ ഏറെ ചന്തം നിലാവുള്ള രാത്രിയിൽ തന്നെ. അപ്പോൾ ചന്തമാണ് വാക്ക്. കഥയ്ക്കൊരു തലക്കെട്ട് എഴുതൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തലക്കെട്ട് എഴുതാൻ പറയുമ്പോൾ ആ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ പേരോ അല്ലെങ്കിൽ കഥയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാക്കുകളൊക്കെ നമുക്കിവിടെ എഴുതാവുന്നതാണ്. ടീച്ചർ ഇവിടെ കുഞ്ഞിക്കുരുവി എന്ന് കൊടുക്കാണ്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അതിനു മുൻപായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യണം. കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. സ്റ്റോറി വായിക്കാം. പുഴ കഥ എഴുതാൻ തുടങ്ങി. വിവരമറിഞ്ഞപ്പോൾ കാറ്റിന് ഉത്സാഹമായി. പുഴയുടെ കഥയിൽ തനിക്കും ഒരിടം കിട്ടിയേക്കാം. പുഴയിലേക്ക് വളർന്നിറങ്ങിയ കണ്ടൽക്കാടിനോടും അവിടെ മുട്ടയിടാനെത്തിയ മീനുകളോടും കാറ്റ് വിശേഷം പങ്കുവച്ചു. അവർക്കും സന്തോഷമായി. തങ്ങളും കഥയിൽ ഇടം നേടിയേക്കാം. പറഞ്ഞു വിവരമറിഞ്ഞ മണൽത്തിട്ടയ്ക്കും ആവേശം വന്നു. താനും ഈ കഥയിലൊരു ഭാഗമായതു തന്നെ. ചൊരി മണലിൽ കഥയെഴുതി. എഴുതി നീങ്ങവേ പാവം പുഴ മെലിഞ്ഞ് എവിടെയോ മറഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാറ്റിന് ഉത്സാഹം തോന്നിയത് എന്തുകൊണ്ട്? ഓപ്ഷൻസ് നോക്കാം. കണ്ടൽക്കാടിനോട് വിശേഷം പറയാൻ കഴിഞ്ഞതുകൊണ്ട്, കഥയിൽ ഒരിടം കിട്ടിയേക്കാം എന്ന് വിചാരിച്ച്, നന്നായി വീശാൻ കഴിഞ്ഞതുകൊണ്ട്, മീനുകളെ കാണാൻ കഴിഞ്ഞതുകൊണ്ട്. എന്താണ് ഓപ്ഷൻ ബി? കഥയിൽ ഒരു ഇടം കിട്ടിയേക്കാം എന്ന് വിചാരിച്ച്. ക്വസ്റ്റ്യൻ 2, പാവം പുഴ മെലിഞ്ഞ് എവിടെയോ മറഞ്ഞു. ഈ വരികളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്ത്? ഓപ്ഷൻ എ പുഴ ഒളിച്ചു, ഓപ്ഷൻ ബി പുഴ മരിച്ചു, ഓപ്ഷൻ സി പുഴ കരഞ്ഞു, ഓപ്ഷൻ ഡി പുഴയെ കാണാതായി. ഓപ്ഷൻ ഡി ആണ് പുഴയെ കാണാതായി.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇടം നേടുക എന്നതുകൊണ്ട് ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? കഥാപാത്രമാവുക, സമ്മാനം നേടുക, സ്ഥലം കിട്ടുക, പേര് കിട്ടുക. ഓപ്ഷൻ എ കഥാപാത്രമാവുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പറഞ്ഞ് എന്നതുപോലെയുള്ള പ്രയോഗങ്ങൾ കഥാഭാഗത്തു നിന്ന് കണ്ടെത്തി എഴുതുക. അപ്പൊ പറഞ്ഞ് എന്നതുപോലെ എഴുതി. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ വീഡിയോയിൽ കണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോയാൽ നമുക്ക് ഫുൾ മാർക്ക് എന്തായാലും നേടാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എക്സാമിന് പോകുന്നതിനേക്കാൾ മുൻപ് അതെല്ലാം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തിട്ടുണ്ട്, ഓരോ ക്ലാസ് തിരിച്ച് ചെയ്തിട്ടുണ്ട്. അത് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് പോയി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓരോ ക്ലാസ്സിന്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാം. സ്റ്റാൻഡേർഡ് 1 ക്വസ്റ്റ്യൻ പേപ്പർ, സ്റ്റാൻഡേർഡ് 2 ക്വസ്റ്റ്യൻ പേപ്പർ, സ്റ്റാൻഡേർഡ് 3 ക്വസ്റ്റ്യൻ പേപ്പർ, സ്റ്റാൻഡേർഡ് 4 ക്വസ്റ്റ്യൻ പേപ്പർ, അങ്ങനെ ഓരോന്നും ഓരോ പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ വീഡിയോസൊക്കെ ഉപകാരപ്രദമാക്കുക. എല്ലാവരും എക്സാംസ് ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. താങ്ക്